ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ചാനലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ഉള്ള ബ്ലെസ്സിങ്സ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ചാരിയട്ടാണ്. നിങ്ങളുടെ ഹാർഡ് വർക്കിന് ഫലമുണ്ടാകുന്നൊരു സമയമാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒന്നും ശരിയല്ല എന്ന് വിചാരിച്ച് കുറേ കാലം കൊണ്ട് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ബ്ലോക്ക് ഉണ്ടായിരുന്നെങ്കിൽ, നടക്കാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ ആ ബ്ലോക്കൊക്കെ മാറിയിട്ട് പെട്ടെന്ന് ആ ഒരു തടസ്സം മാറി ഒരു സക്സസ്സിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. ഒരേ സമയം കുറേ കാര്യങ്ങൾ, കുറേ നന്മകൾ, കുറേ ചാൻസസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഒരെണ്ണമെങ്കിലും ഒന്ന് ശരിയായെങ്കിലെന്ന് വിചാരിച്ചിരുന്ന സ്ഥലത്ത് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുന്നൊരു ദിവസം. അത് പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്, സക്സസ് വരുന്നു എന്നാണ് കാണുന്നത്. ഒരു നിങ്ങൾക്കൊരു നിശ്ചയദാർഢ്യമുണ്ട്, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം എന്നെങ്കിലും ഇതൊക്കെ ശരിയാവുമെന്ന്. പക്ഷെ ആ എന്നെങ്കിലും എന്നുള്ള ദിവസം ഇന്നാണ് എന്നാണ് കാണുന്നത്. ഇത് നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നിഷൻ കിട്ടുന്നു. പബ്ലിക് റെക്കഗ്നിഷൻ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവർ നിങ്ങൾ അംഗീകരിക്കുന്ന ഒരു സമയം. നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അത്രയും ഒരു വിൽ പവർ ഉള്ള ഒരാളാണ്, നിങ്ങൾ അത് ഡിസേർവ് ചെയ്യുന്നു, ഈ ഒരു സക്സസ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങളുടെ കൂടെ ഉള്ളവർ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയം. നമുക്ക് ഇപ്പം ലോകം മുഴുവൻ നമ്മൾ അംഗീകരിച്ചാലും ചിലപ്പോൾ നമ്മളുടെ വീട്ടുകാരോ നമ്മളുടെ കൂടെ ഉള്ളവരോ നമ്മൾ അംഗീകരിക്കണം എന്നില്ല, നമ്മളുടെ കഴിവുകൾ അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ അത് ഈഗോ കൊണ്ടായിരിക്കാം. ചിലപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ആൾക്കാർ നമ്മളെ അവരുടെ സഹോദരിയായിട്ടോ ഭാര്യയായിട്ടോ അമ്മയായിട്ടോ ഒക്കെ മാത്രം കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ ചിലപ്പോൾ അത് അംഗീകരിക്കാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇന്നത്തെ ദിവസം മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്നു എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് പൊതുവെ ഒരു ഭാഗ്യത്തിന്റെ ദിവസമാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങൾ എന്തോ ഒരു കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട്. നിങ്ങൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അത് ഇന്ന് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് നിങ്ങളൊരു കാര്യം പഠിക്കാൻ പോകുന്ന ഒരു എനർജി ഉണ്ട്. പൊതുവെ ലക്കാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾക്കൊരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ തോന്നുന്ന ഒരു സമയമാണ്. ഇപ്പോൾ എല്ലാം ശരിയാവും, എല്ലാം നടക്കും, വിചാരിച്ച കാര്യങ്ങളൊക്കെ ശരിയാവും, അങ്ങനത്തെ ഒരു പോസിറ്റീവ് തിങ്കിങ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവും എന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഒരു കരിയറിൽ നിങ്ങൾ ആഗ്രഹിച്ചൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു. ഒരു ഓഫർ നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾ ഒരുപാട് സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ഇതിൽ നിങ്ങളൊരു വീടോ വാഹനമോ ഒക്കെ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സമയം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. ഉടനെ തന്നെ അത് സംഭവിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ ഇന്നൊരു വീട് നോക്കാൻ പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വാഹനം നോക്കാൻ പോകുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ അത് അഡ്വാൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു എനർജിയാണ്. കാരണം ഒരുപാട് ആൾക്കാർ വീടിന് വേണ്ടിയിട്ട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട്. സ്വന്തമായിട്ടൊരു നല്ല വീട് ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു തുടക്കം ഇന്നത്തെ ദിവസം ഉണ്ടാകുമെന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഒരു പ്രണയാഭ്യർത്ഥനയുമായിട്ട് ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം.
അപ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്നൊരാളിനോടൊരു എന്താണ് ഒരു പ്രണയം തോന്നാം. അതൊരു ചിലപ്പോൾ ഒരു ചില ആൾക്കാരൊരു ഫ്ലർട്ടിങ് അങ്ങനത്തെ ഒരു എനർജിയുള്ള ആൾക്കാരോട് നിങ്ങൾക്കൊരു ഒരു ഇത് തോന്നാം കേട്ടോ, ഒരു അടുപ്പം തോന്നാനുള്ളൊരു ദിവസമാണ്. ചിലപ്പോൾ അത് സീരിയസ് ലവ് ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല, പക്ഷെ എന്നാലും നിങ്ങളൊന്ന് അതിലേക്ക് അട്രാക്റ്റഡ് ആകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം. എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ലവ് അഫെയർ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപാടൊന്നും ആലോചിക്കാതെ ഒരാളോടൊരു ഇഷ്ടം തോന്നുന്ന ഒരു ഇത്. ചിലപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്ന ഒരു ഫ്ലർട്ടിംഗ് മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും ആ ആളിനോടൊരു ആരാധനയോ ഒരു ഇഷ്ടമോ ഒക്കെ നിങ്ങൾക്ക് തോന്നുമെന്നാണ് കാണുന്നത്. പിന്നെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ കൂടുതൽ അങ്ങ് അടുപ്പം കാണിക്കാതിരിക്കുക. ഇന്നത്തെ ദിവസം ഓവർ അറ്റാച്ച്മെൻറ്റും ഒരു ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക ഇന്നത്തെ ദിവസം. ശരിക്കും ഒരു മനസ്സ് നിറഞ്ഞുള്ളൊരു സന്തോഷം ഇന്നത്തെ ദിവസം വന്നേക്കാം നിങ്ങൾക്ക്. ഇത് നിങ്ങൾക്കിന്നൊരു കഥയോ കവിതയോ ഒക്കെ എഴുതാൻ പറ്റുന്ന തരത്തിൽ ഒരു റൊമാൻസ് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും എന്നാണ് കാണുന്നത്. അത്രയും നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന തരത്തിലുള്ളൊരു പ്രണയം നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത്. ലവേഴ്സ് കാർഡാണ്. അപ്പം ഇന്നത്തതിൽ മുഴുവൻ ഒരു പ്രണയത്തിൻ്റെയും ഒക്കെ ഒരു എനർജിയാണ് കാണുന്നത്. അപ്പം ചില ആൾക്കാരുമായിട്ട് ഒരു ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദമോ പ്രണയമോ ഒക്കെ ഇന്നത്തെ ദിവസം തോന്നാം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന, പ്രണയിച്ചിരുന്ന ആൾക്കാർ ചിലപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിപ്പോയി നിങ്ങളുടെ ജീവിതവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കണം. പക്ഷേ ചില സമയങ്ങളിൽ അവരോടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷൻ, അവർ അടുത്ത് നിൽക്കും പോലത്തെ ഒരു ഇമോഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്മെല്ലോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. അപ്പോൾ അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഇന്നത്തെ ദിവസം ഉണ്ടായേക്കാം. അത് ചിലപ്പോൾ പാസ്റ്റ് മെമ്മറീസ് ആയിരിക്കും കുറേ ആൾക്കാർക്ക്. ചില ആൾക്കാർക്ക് ഈ ഒരു സമയം വീണ്ടും ആ ഒരു പ്രണയം ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇതോ ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങൾ ഒരു ഹൃദയത്തിൽ നിന്നുമാണ് നിങ്ങൾ ചോയ്സ് എടുക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും ബുദ്ധി കൊണ്ട് ഈ ഒരു കാര്യം ചിന്തിക്കേണ്ട. ഇപ്പം ചില ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കാം ചില മനുഷ്യരോട്. അത് ജീവിതത്തിൽ ഇപ്പം എല്ലാവരോടും ഒരുപോലെ എല്ലാവരോടും പ്രണയം ഉണ്ടാവില്ല. അപ്പം റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാരോട് എല്ലാവരോടും ഒരേ തരത്തിലുള്ള പ്രണയം ഉണ്ടാവാൻ സാധ്യതയില്ല. ചിലപ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരാളോടായിരിക്കും ഏറ്റവും അധികം ഇഷ്ടവും പ്രണയവും ഒക്കെ തോന്നുന്നത്, ഒറ്റൊരാളിനോടേ തോന്നാൻ സാധ്യതയുള്ളൂ. പക്ഷേ ചിലപ്പോൾ ഇത് സെപ്പറേറ്റഡ് ആയി പോയാലും ആ പ്രണയം എന്ന് പറയുന്നത് ഉള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അതൊരിക്കലും ഇല്ലാതാവില്ല. ഒരു കനലാണ് അത്. അപ്പം അത് ഇങ്ങനെ ചാരം മൂടിയാലും എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിൽ ആ ചാരം പറന്നു പോകും, വീണ്ടും ആ കനലിങ്ങനെ വീണ്ടും ജ്വലിക്കും. അപ്പം അങ്ങനത്തെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം. ഒരുപാട് പ്രണയം ഒരാളോട്, അയാളുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നു. അപ്പം ചിലപ്പോൾ കാണാൻ തോന്നുന്നതുകൊണ്ടായിരിക്കാം. അങ്ങനത്തെ ഒരു എനർജി ഇന്നത്തെ ദിവസം. ഒരു പ്രണയം എന്ന് പറയുന്ന മനസ്സ് നിറഞ്ഞ് കവിഞ്ഞ ഒരു അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വന്നേക്കാം എന്നാണ് കാണുന്നത്. ഒരു ബ്ലെസ്ഡ് ലവ് ആണ് കേട്ടോ. ഇതൊരു പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലവാണ്. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളും ചിലപ്പോൾ നിങ്ങൾ നേരിടേണ്ടി വന്നിരുന്ന ഒരു ലവ് ആയിരിക്കാം. പക്ഷെ അത് ആ ഓർമ്മകൾ നിങ്ങൾക്ക് വീണ്ടും വരുന്നു എന്നാണ് കാണുന്നത്. 5 of Swordsന്റെ എനർജിയാണ്. ചില ആൾക്കാർക്ക് നിങ്ങളൊരു ഭാഗ്യപരീക്ഷണം നടത്തി അതിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പം ഈ ഒരു സമയം നിങ്ങളത് ഞാൻ വേണ്ടിയില്ലാത്ത കാര്യമാണ് ചെയ്തത്, ഞാൻ ആവശ്യമില്ലാത്തൊരു കാര്യം ചെയ്തു എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു സമയം നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ അത് ചൂതുകളി പോലത്തെ, അതായത് ഇങ്ങനെ എന്താണ് പെട്ടെന്ന് നഷ്ടം വരുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യപരീക്ഷണം ചെയ്യുന്നൊരു കാര്യം. അത് ഷെയർ മാർക്കറ്റ് പോലുള്ള കാര്യമോ ട്രേഡിങ് അങ്ങനത്തെ എന്തോ ഒരു കാര്യം. നമ്മളുടെ ഭാഗ്യം അനുകൂലമാകുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കിട്ടും. അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം.
അപ്പോൾ അതിൽ കുറേ നഷ്ടം നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ്. ഭാഗ്യം എപ്പോഴും നമുക്ക് അനുകൂലമായിരിക്കണം എന്നില്ല, അതുകൊണ്ട് തന്നെ കുറേ നഷ്ടം വന്ന ഒരു എനർജിയാണ്. അപ്പം ഇതിൽ കുറേ ആൾക്കാർ ഇൻവോൾവ്ഡ് ആയ എന്തോ ഒരു കാര്യം, അതിൽ നിങ്ങൾക്ക് കുറേയധികം നഷ്ടം വന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ ലാഭം കിട്ടിയ ആൾക്കാർ ഒരുപാട് പേരുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ചില ആൾക്കാരെ അമിതമായി വിശ്വസിച്ചത് കൊണ്ടുള്ള ഒരു കാര്യം, ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങി ഏറെ ഏതെങ്കിലും ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ നോക്കിക്കോളും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ അങ്ങനെയൊന്നും ചെയ്യാതെ നിങ്ങളുടെ പൈസ നഷ്ടപ്പെട്ടു പോയ ഒരു ഇതുകൊണ്ട് ഇതിനകത്ത് അതുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ പാസ്റ്റിലെ നഷ്ടം നികത്താൻ എനിക്ക് ഈ ഒരു സമയം പറ്റും എന്ന് വിചാരിച്ചങ്ങ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അങ്ങനെ ഒരു ചോയ്സ് എടുത്താൽ അത് നിങ്ങൾക്ക് നഷ്ടത്തിലേക്കായിരിക്കും പോണത്. അപ്പോൾ ഭാഗ്യപരീക്ഷണം, അപ്പോൾ ഇതിൽ ഭാഗ്യമുണ്ട് ഒരുപാട്, പക്ഷേ ഇങ്ങനത്തെ കാര്യത്തിലൊരു ഭാഗ്യം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുമെന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നൈറ്റ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യം പൂർണ്ണമായും ഡെഡിക്കേഷനോടുകൂടി ചെയ്യാൻ ശ്രമിക്കുക ഇന്നത്തെ ദിവസം. നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുന്നതിന് മുന്നായി നന്നായിട്ട് ആലോചിക്കുക. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യം, നിങ്ങൾ വർക്ക് സംബന്ധമായോ ബിസിനസ് സംബന്ധമായോ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങുകയോ പുതിയൊരു കാര്യം ആരംഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളൊരു കാര്യം അഡ്വാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വീടോ വാഹനമോ ഒക്കെ നിങ്ങൾ അഡ്വാൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ. മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കുക. ഇപ്പം ഇന്നൊരു ഭൂമി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല ഭൂമിയാണോ, ഒരു വീട് ഇന്ന് നിങ്ങൾ തറക്കല്ലിടുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പ്ലാൻ ആയിരിക്കണം. അപ്പം മറ്റുള്ള ആൾക്കാർ, ഇപ്പം ഒരാൾ മാത്രം പറയുന്നത് കേട്ട് ഒരു പ്ലാൻ കണ്ടിട്ട് മാത്രം നിങ്ങൾ ചെയ്യാതിരിക്കുക. കൃത്യമായിട്ടുള്ള അളവുകളൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുക, ചെയ്യുക. അത് ഒരു ആളിനോട് കൂടി നിങ്ങൾ റീചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്താലും, ഇപ്പോൾ ഒരു വസ്തുവും വീടും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇന്ന് നിങ്ങൾ ഒരിടത്ത് പോയി കാണുമ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഇന്ന് തന്നെ ഇപ്പം തന്നെ അങ്ങ് അഡ്വാൻസ് ചെയ്ത് അത് ഇതാക്കാതിരിക്കുക. കാരണം അത് നല്ലപോലെ ചെക്ക് ചെയ്ത് അത് സ്ഥലം നല്ലതാണോ, അത് നിങ്ങൾക്ക് ലക്ക് കൊണ്ടുവരുന്നൊരു കാര്യമാണോ, എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട്, ഒത്തിരി കൂടെ ചിന്തിച്ചിട്ട് വേണം ഇന്നത്തെ കാര്യം നിങ്ങൾ ചെയ്യാനെന്നാണ്. എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യം ഒന്നുകൂടി റീചെക്ക് ചെയ്യണം, നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്യണം എന്നൊക്കെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പം അതിലെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമല്ലോ, ഈ കാർഡ് വന്നതിന് ഒരു കാര്യം ഉണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വെളിപ്പെട്ട് വരും എന്നുള്ളതാണ്. ഇൻറ്റ്യൂഷൻ കിട്ടും, ഇൻസൈറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, അപ്പോൾ അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയം റെസ്റ്റ് എടുക്കാനും ഒരു വെക്കേഷന് പോകാനും ഒക്കെ ഉള്ളൊരു മൂഡാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു യാത്ര ചെയ്യണം. ഇന്നത്തെ ദിവസം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളൊരു യാത്ര പോവുക എന്നൊരു ഇൻറ്റ്യൂഷൻ നിങ്ങൾക്ക് കിട്ടിയാൽ, അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പഠിക്കാനും അറിയാനും കിട്ടാനും ഉണ്ടായിരിക്കും. ശരിക്കും ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ എപ്പോഴും നമ്മളുടെ ഹൃദയത്തോട് ചോദിച്ചിട്ട് വേണം ഡിസിഷൻ എടുക്കാൻ. അപ്പം ഇന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നിലധികം തവണ നമ്മളോട് കാമായിട്ടിരുന്ന് ചോദിക്കാൻ ശ്രമിക്കുക. പെട്ടെന്ന് ഒരു കാര്യത്തിനും എടുത്തു ചാടി ഒരു കാര്യവും ചെയ്യാൻ പോകരുത്. കുറച്ചുകൂടി റെസ്റ്റ് എടുക്കണം എന്നുള്ള ആൾക്കാർ റെസ്റ്റ് എടുക്കുക, നന്നായിട്ട് ഉറങ്ങുക. നിങ്ങളുടെ ശരീരം ഈ ഒരു സമയം റെസ്റ്റ് ആഗ്രഹിക്കുന്നുണ്ട്, അത് വേണം, റെസ്റ്റ് എടുക്കേണ്ട ഒരു സമയമാണ്, അത് ചെയ്യുക. കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒരുപാട് ഉത്തരവാദിത്വങ്ങളെല്ലാം
ചെയ്ത് തീർക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളെന്നാണ് കാണുന്നത്. അതിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്ന എന്നൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടും. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിനും ആരും ഒരു മൂല്യവും തന്നിട്ടില്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും മൂല്യത്തോടെ കാണാൻ ശ്രമിക്കുന്നു മറ്റുള്ളവരെന്നുള്ളതാണ് കാണുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടാകാം. ഒരു സ്ട്രോങ് ബോണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഫീൽ ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇമോഷൻ പെട്ടെന്നൊന്നും നിങ്ങൾ പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ പ്രകടിപ്പിക്കണ്ട. ഇന്നത്തെ ദിവസം എത്ര നല്ല ഒരു ഫീലിങ്സ് വന്നാലും അത് നിങ്ങൾ ഉള്ളിൽ തന്നെ വെച്ചേക്കാൻ ശ്രമിക്കുക. പെട്ടെന്നങ്ങ് പറയരുത്. തോന്നുന്ന കാര്യം, നിങ്ങൾക്ക് വരുന്ന ഫീലിങ്സ് നിങ്ങൾ പുറത്ത് പറയണ്ട. നിങ്ങളൊരു ഒരു കൗൺസിലർ എന്ന് പറയുന്ന ഒരു സ്ഥാനം, അതായത് മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യാൻ പറ്റുന്ന, മെൻറ്റർ ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ഇതിലായിട്ടായിരിക്കാം നിങ്ങളെ ഇന്നത്തെ ദിവസം ആൾക്കാർ കാണുന്നത്. അപ്പോൾ മറ്റുള്ളവർ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നോക്കാം ഇതിൽ ട്രാൻസ്ഫോർമേഷൻ ഈസ് ഹാപ്പനിങ് ആണ്. നിങ്ങളിൽ പരിവർത്തനം വരുന്നു എന്നാണ്. അപ്പം മിക്കവാറും ഉള്ള മെസ്സേജിൽ, ശിവഭഗവാന്റെ മെസ്സേജിൽ ഈ ഒരു കാർഡ് പെട്ടെന്ന് എപ്പോഴും വരാറുണ്ട്. നിങ്ങൾക്കൊരു പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നില്ലായിരിക്കാം എന്താണ് പുറത്ത് നടക്കുന്നത്, എൻ്റെ ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. ചിലപ്പം നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും വിശ്വസിക്കാനോ അക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളിലൊരു പരിവർത്തനം നടക്കുന്നു. വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടാത്തതാണെങ്കിൽ അത് നിങ്ങളെ വിട്ടുകളയുന്നു. നിങ്ങൾ ഓവർ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് ദൈവം വേണ്ടാന്നാണ് വിചാരിക്കുന്നത്. ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് നിന്ന് എത്തിക്കാനുള്ളൊരു ബ്ലോക്കാണ്. അപ്പം അതുകൊണ്ട് ദൈവം ആദ്യം വിചാരിക്കും ഈ അറ്റാച്ച്ഡ് ആയിരിക്കുന്ന കാര്യം ഇത് എടുത്ത് മാറ്റിയാലേ പ്രോപ്പർ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ക്ലെൻസിങ് ആണ് നടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പരിവർത്തനം നടക്കുന്നു. എൻലൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഒരു ബോധോദയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആ എൻലൈറ്റൻമെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു സമയം നിങ്ങളുടെ കുണ്ടലിനിയൊക്കെ റൈസ് ചെയ്യുന്നു. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ കാണുന്ന ഏകദേശം എല്ലാ ആൾക്കാരും ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലൂടെ ആ പ്രോസസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. കുണ്ടലിനി റൈസിങ്ങിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ കുണ്ടലിനി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിപ്പം കുണ്ടലിനി റൈസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് എക്സർസൈസ് ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യുന്ന കാര്യം കുണ്ടലിനി റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ എക്സർസൈസ് ചെയ്താൽ തീർച്ചയായിട്ടും അത് റൈസ് ചെയ്യും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അത് കുണ്ടലിനി അവേക്കണിങ് സ്വാഭാവികമായിട്ട് മാത്രം സംഭവിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലാതെ നിങ്ങൾ എക്സർസൈസ് ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യമല്ല. കാരണം ഇപ്പോൾ ഈ ജന്മത്തിൽ ആർക്കൊക്കെയാണ് എൻലൈറ്റ്മെൻറ്റ് വേണ്ടത് എന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്, നമ്മളുടെ സോളാണ് തീരുമാനിക്കുന്നത്. നമ്മളുടെ സോൾ അതിന് പ്രാപ്തരായില്ലെങ്കിൽ ഈ ഒരു ജന്മത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങളിലേക്ക് കുണ്ടലിനി റൈസ് ചെയ്താൽ വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. ട്രോമയൊന്നും ഹീൽ ചെയ്യാതെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊന്നും ഹീൽ ചെയ്യാതെ നിങ്ങൾ കുണ്ടലിനി റേസിങ്ങിൽ എക്സർസൈസ് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഡിപ്രഷൻ വന്നേക്കാം, ബാക്ക് പെയിൻ വന്നേക്കാം, പലതരത്തിലുള്ള അസുഖങ്ങൾ നിങ്ങൾക്ക് വന്നേക്കാം. അപ്പം അതുകൊണ്ട് ഇത് സ്വാഭാവികമായി സംഭവിക്കട്ടെ എന്ന് വിചാരിക്കുക. നല്ല പ്രാർത്ഥന ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക. അപ്പം സോൾ തന്നെ ഓരോ അധ്യായങ്ങളായിട്ട് അത് ചെയ്തു തരും. നിങ്ങൾക്ക് സോൾ തന്നെ പറഞ്ഞു തരും. അപ്പം നമ്മൾ പോലും അറിയില്ല, നമ്മളുടെ കുണ്ടലിനി റൈസ് ചെയ്യുന്നത് നമ്മൾ പോലും അറിയില്ല. അപ്പോൾ അത് അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. അതൊരു ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആണ്. അത് വളരെ ഡെഡിക്കേഷനോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാലും മെഡിറ്റേഷൻ ചെയ്താലും ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അത് സംഭവിക്കും. അപ്പോൾ അങ്ങനെ മാത്രമാണ് അത് സംഭവിക്കേണ്ടത്. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ കുണ്ടലിനി റൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുറേ കാര്യങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ശരീരമോ മനസ്സോ പാകമാകാതെ ഈ ഒരു സമയം നിങ്ങൾ എടുത്തിരിക്കുന്ന ആ ഒരു ശരീരം അത് പാകമാകാതെ കുണ്ടലിനി റൈസ് ചെയ്താൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും.
പക്ഷേ നിങ്ങൾ എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്നു. അപ്പം നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണ്ട. നിങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഒരു പേഴ്സണൽ റീഡിങ് സാധ്യമാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പറ്റാൻ സാധ്യതയില്ല. ഞാനൊരു യാത്രയിലാണ്. അപ്പോൾ തിരിച്ചു വന്നിട്ട് പേഴ്സണൽ റീഡിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും പറയണത്. അപ്പോൾ എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. ഞാൻ എന്നെ ഫോളോ ചെയ്യുന്ന, എൻ്റെ വാക്കുകൾ കേൾക്കുന്ന, അത് ഞാനൊരു ടൂള് മാത്രമാണ്. നിങ്ങൾക്ക് കേൾക്കേണ്ട കാര്യം ആരോ ഒരാൾ വന്ന് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രം. ആ ആരോ ഒരാളിലൂടെ നിങ്ങൾ അറിയുന്നു എന്ന് മാത്രം. ഇതിൽ വ്യക്തിക്ക് ഒരു പ്രാധാന്യവും ഇല്ല. പല ആൾക്കാരും പറയാറുണ്ട് എന്നെ കാണണം എന്നൊക്കെ. അപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ഒരു പ്രാധാന്യമില്ല കേട്ടോ. ഇത് ഈ കാർഡുകളിലൂടെ കിട്ടുന്ന എനർജി ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു എനർജി മാത്രം നിങ്ങൾ എടുക്കുക. പിന്നെ എവിടെ പോയാലും ഈ ചാനൽ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവർക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.